കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു മസാല ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചപ്പാത്തിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ ഈ ബോൾസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ, ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ കുറച്ച് പൊടിയിൽ ആ ഒരു ചപ്പാത്തിയുടെ മാവ് മുക്കിയിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. നല്ല പോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വെറുതെ ചപ്പാത്തി ചൂടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു മസാല ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കറികളുടെ ഒന്നും ആവശ്യമില്ല. ആ ഒരു മസാല ചപ്പാത്തി വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തന്നെ ആ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എന്തോരം എരിവ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പെരി പെരി മസാല ചേർത്ത് കൊടുക്കണമെങ്കിൽ പെരി പെരി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ചപ്പാത്തിക്ക്. പിന്നെ കുറച്ച് കറുത്ത എള്ള് കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ചപ്പാത്തിയുടെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഇങ്ങനെ ആ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കുക. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കുക. അങ്ങനെ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. അങ്ങനെ മടക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ചപ്പാത്തി, മസാല ചപ്പാത്തിയുടെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി 2 സൈഡിലായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒത്തിരി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് എള്ളും അതുപോലെ മല്ലിയിലയും കൂടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. വളരെ തിന്നാക്കി എടുക്കരുത്. ജസ്റ്റ് അതൊന്ന് പതിഞ്ഞ് അതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തി ഇങ്ങനെ പരത്തി കിട്ടും. അപ്പോൾ ഞാനിത് ഒത്തിരി തിന്നാക്കിയിട്ടില്ല കേട്ടോ. ഒത്തിരി തിന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലെയേഴ്സൊന്നും നമുക്ക് കിട്ടില്ല. ഇനി നമുക്കിത് ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മസാല ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നന്നായി മുരിഞ്ഞൊക്കെ കിട്ടും നമ്മുടെ ഈ ഒരു ചപ്പാത്തി. അപ്പോൾ അങ്ങനെ നെയ്യ് ചൂടായതിനു ശേഷം ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഈ ഒരു ചപ്പാത്തി മുരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി മാവും റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു മസാല ചപ്പാത്തി കഴിക്കാനായിട്ട്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് മുക്കി കഴിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര്, സാധാ തൈര് ഉണ്ടെങ്കിൽ ആ തൈരിൽ മുക്കി കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. കാരണം അതിൽ അത്യാവശ്യം മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ ചപ്പാത്തി കുറച്ച് തൈരിലും കൂടി മുക്കി കഴിക്കുകയാണെങ്കിൽ പൊളിച്ചു. വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ തൈരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി വെറുതെ ചൂടാക്കി കഴിക്കുന്നതിനേക്കാളും വല്ലപ്പോഴൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റിന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.